ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല. നിങ്ങൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിള്ളേർക്ക് കിട്ടാനുള്ള പൈസയും. കോട്ടയമുള്ള സഫീന എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഒലിവിയ ഡിസൈൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് പേരൊക്കെ ഞാൻ ഒലിവിയയുടെ വീഡിയോ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ഞാൻ ഉടനെ സിബി അണ്ണൻ്റെ എന്ന് പൈസ വാങ്ങി നക്കി എന്നുള്ളൊരു ടോക്കാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നത്. ഞാൻ അങ്ങനെ കണ്ടായിരുന്നു കമൻറ്റ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീഡിയോ ഒലിവിയെ കുറിച്ച് ചെയ്തില്ല, ഉടനെ ഞാൻ ഒരു അടിമയാണ്. എന്തുവാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ടീംസിനോട്, പിന്നെ അല്ലാതെ മാന്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഇവിടെ അപ്ഡേഷൻ ഒന്നുമില്ല, എന്തായി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, അതൊക്കെ ജെന്യൂനാണ്. അപ്പോൾ സിബി അണ്ണൻ എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒലിവിയ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഈ പറയുന്ന പിള്ളേർക്ക് ഫോണ് കിട്ടാനുള്ള പൈസ. ഇത് രണ്ടുമാണ് അവിടുത്തെ വിഷയം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇഷ്യൂ ഒക്കെ അവിടെ ഉണ്ടായത്. ഈ പറയുന്ന കുറച്ച് പേരൊക്കെ പിള്ളേരും കൺമണിയൊക്കെ ആയിട്ട് ചേർന്ന് അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതും, അവർക്ക് ഈ പറയുന്ന രണ്ടുപേരും പുറത്തിറങ്ങാണ്ട് അകത്തൊളിച്ചിരുന്നതും ഇഷ്യൂസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, വാട്ടെവർ. അപ്പോൾ അവിടെ ഉണ്ടായതും ഈ പിള്ളേർ പോയതും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് എല്ലാത്തിൻ്റെയും ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോണ്. അവിടെ ആ പിള്ളേർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഫോണ്, അവരുടെ സിമ്മ്, പിന്നെ അവരുടെ പൈസ, ഈ സാധനങ്ങൾ അത്രയും അവർക്ക് കിട്ടണം. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും വലിയൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായത്. അപ്പം നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ആകും. അപ്പോൾ അതിനൊരു പരിഹാരം ആകും എന്നാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ എന്നും വന്നിരുന്ന് ഒലിവിയ എന്ന് വിളിച്ച് അവരെ നെഗറ്റീവ്, ഇങ്ങനെ അവരിതാ പൈസ കൊടുക്കുന്നില്ല, ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പോകാൻ എനിക്ക് പ്രത്യേകിച്ച് സീരിയസ്ലി താല്പര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ആ പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മുൻകൈ എടുത്തു. ഞാൻ ഈ പറയുന്ന സിബിയെയും വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു, ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ അവസാനം സിബിയെ തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പിള്ളേർക്ക് കൊടുക്കാം എന്നുള്ള. പക്ഷേ സിബി എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് തുടങ്ങി അന്ന് മുതലേ പറയുന്നു കൊടുക്കാമെന്ന്. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് സംസാരിച്ച സമയത്ത് പിള്ളേർ പറയുന്നുണ്ട്, ഇത് എപ്പോഴും പറയുന്നത് തന്നെ, പക്ഷേ ഇങ്ങനെ തരത്തില്ല, എപ്പോഴും പറയുന്നതിനാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എന്തായാലും എപ്പോഴും പറയുന്നു പിള്ളേർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സാധനം വന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം നേരിട്ട് അങ്ങ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു കോൾ ചെയ്യാം എന്നിട്ട് അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വാട്സപ്പ് കോൾ മാറ്റിയിട്ട് അല്ലാതെ റെക്കോർഡ് ചെയ്ത് ഞാൻ വാക്ക് തരുന്നു എന്നുള്ള സാധനം ചെയ്യാം, വോയിസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഓക്കെ, നിങ്ങൾ വാക്ക് തന്നു കഴിഞ്ഞാൽ മാറ്റത്തില്ല. എന്തായാലും പിള്ളേരുടെ ഫോണും കൊടുത്തിട്ട് പൈസയും കൊടുത്താൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പോരാടിയത്. അപ്പോൾ അതങ്ങ് നടക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും സിബി അണ്ണനും ഞാനും കൂടി സംസാരിച്ചൊരു വോയിസ് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല. നിങ്ങൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പിള്ളേർക്ക് കിട്ടാനുള്ള പൈസയും ഈ പറയുന്നത് പോലെ അവർക്ക് കൊടുക്കാനുള്ള ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് ഇന്നലെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കൺഫേം ആണല്ലോ ആ കേസ്? ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യം അണ്ണൻ ഓക്കെ എസ് ഓർ നോ പറഞ്ഞില്ല, എങ്കിലും അതിലോട്ട് വരും. അതിനു മുമ്പ് അണ്ണൻ്റെതായ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ആ സാധനം ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അണ്ണൻ ഇന്നൊരു വോയിസ് ഇട്ടിരുന്ന സാധനത്തിൽ അത് ഉണ്ടായിരുന്നു. അതായത് എത്ര പിള്ളേർ വന്നാലും സോൾവ് ചെയ്യാമെന്നുള്ള സാധനം. ഓക്കെ, കേൾക്കാം. ഈ പ്രശ്നം ആരംഭിച്ചപ്പോൾ കോട്ടയമുള്ള സഫീന എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, സിബി 23 പേർക്ക് കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു 23 പേരല്ല 200 പേരാണെങ്കിലും ഞാൻ കൊടുക്കാം. അന്നേരം പറഞ്ഞു അവിടെ അവർക്ക് ഒന്നുമില്ല, ഒരാൾക്ക് മാത്രം മൊബൈൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു 15 ദിവസം 30 ദിവസത്തിനുള്ളിൽ ആ കൊടുക്കുന്നത്. ഓക്കെ, അതും കൊടുക്കാം, ഞാൻ പരിഹരിക്കാവുന്ന ഈ പ്രശ്നം ആരംഭിച്ചപ്പോൾ മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന 12 പേരിൽ 2 പേരുമായിട്ടേ ഉള്ളൂ എന്റെ സാമ്പത്തികമായിട്ട് ഇവിടെ വന്ന്, ഒരാൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ സാമ്പത്തികത്തിന്റെ പേരിൽ. ആ കുട്ടിയുടെ പേര് നീനു എന്നാണ്. ആ കുട്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെക്ക് ഇല്ലായിരുന്നു, ചെക്ക് തീർന്നു പോയി. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു, അയ്യോ ചെക്ക് തീർന്നു പോയി, ഞങ്ങൾ അടുത്ത ദിവസം ചെക്ക് വന്ന ഉടനെ, റെക്കോർഡിംഗ് അല്ലേ, ചെക്ക് വന്നാൽ ഉടനെ തിരിച്ചു വിളിക്കാം. ആ കുട്ടി നോക്കണം, ഒരു സാമ്പത്തിക ചെക്കാ കൊടുക്കുന്നത്, ചെക്ക് വഴിയെ നിർത്തിപ്പോയപ്പോ പ്രത്യേകിച്ച് ചെക്ക് കൊടുക്കണം. അപ്പൊ ചെക്ക് തീർന്നു പോയി, റെക്കോർഡിംഗ് അല്ലേ, അല്ലെ ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ. അതും അതിന്റെ ഫാദറോട് വന്നപ്പോൾ ചെക്ക്, അത് ഏതാണ്ട് 1 വർഷം വർക്ക് ചെയ്ത കുട്ടിയാണ്. മാസം 30,000-ൽ കൂടുതൽ 2-3 മാസം കൂടി ചെക്ക് പോലും ബാങ്കിൽ കൊടുത്ത് കിടക്കുന്നതാണ്. അല്ല, ചെക്ക് പരിശോധിക്കാം, നമുക്കത്
ഒരു കാര്യം പിന്നെ അണ്ണൻ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ അണ്ണൻ സംസാരിക്കും. എന്തായാലും വോട്ടവർ അണ്ണനെ സമ്മതിക്കുന്നുണ്ട് കൊടുക്കാം എന്നുള്ള സാധനം. ബാക്കി എന്നിട്ട് ലാസ്റ്റ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. മാസം 30-35 മേടിച്ച് ഒരു വർഷത്തിൽ കൂടുതൽ നിന്ന കുട്ടിയാണ്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് 30 ദിവസം മുമ്പ് റിസൈൻ ലെറ്റർ നൽകണം. അതുപോലും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ പോയ കുട്ടിയാണ് റിസൈൻ ലെറ്റർ തരാതെ. ആ കുട്ടി ക്യാഷിന് വന്നപ്പോൾ ചെക്ക് തീർന്നു പോയി, വിളിച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞപ്പോ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കുട്ടി ഒഴികെ വേറെ ആരും ഇവിടെ ക്യാഷുമായി ബന്ധപ്പെട്ടോ മൊബൈലിൽ നിന്ന് ആരെങ്കിലും എനിക്കോ വിളിച്ചിട്ട് യൂട്യൂബിലിടൂ. ഇനിയും പറയുകയാണ്, ആര് വന്നാലും ആരുടെ പ്രശ്നവും പരിഹരിക്കാൻ അന്നും ഓക്കെയാണ്, ഇന്നും ഓക്കെയാണ്. റെസിപ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടോ? എന്താ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് രസീത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ മൊബൈല് ഞങ്ങള് ഇവിടെ മേടിച്ച് വെക്കും. അല്ല, മൊബൈൽ എന്ന് പറയുന്നത് ഇത് പേഴ്സണൽ ഫോൺ അല്ല. ബിസിനസ്സിന് വരുമ്പോൾ ആകെ ഇവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 7,000 രൂപ 8,000 രൂപ മൊബൈൽ വാങ്ങിക്കണം. നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ലാപ്ടോപ്പ് മേടിക്കണം 40,000 രൂപയ്ക്ക്. ആകെ 40,000 ശമ്പളം കിട്ടുന്ന, ശമ്പളമല്ല വലിയ എമൗണ്ട് കമ്മീഷൻ കിട്ടുന്ന ഈ സ്ഥാപനത്തിൽ ആകെ അവരുടെ മുതൽ മുടക്കെന്ന് പറയുന്നത് ഒരു മൊബൈൽ വാങ്ങിക്കണം. ഈ മൊബൈൽ പോകുമ്പോൾ 30 ദിവസത്തിൽ 60 ദിവസത്തിൽ തിരിച്ചു കൊടുക്കും. ഒന്നുകിൽ ഇത് മൊബൈൽ തിരിച്ചു കൊടുക്കും, മൊബൈൽ വേണമെങ്കിൽ ഒരു റീസെൽ വിലയിൽ ഈ ഇതിന്റെ ക്യാഷ് കൊടുക്കും. ഇത് പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ മൊബൈൽ അല്ല, ബിസിനസ്സിലേക്ക് മേടിച്ച ബിസിനസ്സിന് സിം ഉപയോഗിക്കുന്ന മൊബൈലാണ്. ഇവരെ പേഴ്സണൽ മൊബൈൽ അല്ല ഇത്. അത് 30-60 ദിവസത്തിൽ തിരിച്ചു കൊടുക്കും. അതും ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ 100% 7,000 രൂപ അരിപ്പാത് കൊടുത്തു കഴിഞ്ഞാൽ 4,000-3,000 കിട്ടും. ആ മൊബൈൽ എന്തിനാണ്? ആ മൊബൈൽ അവർക്ക് തിരിച്ചു കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കും. ഇനിയും നിങ്ങൾ ചെയ്യുമ്പോൾ കൊണ്ടിനോട് ചോദിക്കണം, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ശമ്പളം എത്ര കിട്ടി, ഈ പറഞ്ഞ ശരിക്കും സത്യസന്ധമായി ചോദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ കൂടെ വന്നാൽ അവർ മേടിച്ച ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ വന്ന ഫാൾട്ടുകൾ അവർ പറയും. എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ പിള്ളേർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഫോണും അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങൾ കൊടുക്കും. ഞാൻ 1 ലക്ഷം രൂപ ഫോൺ മാത്രമല്ല അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകൾ കാര്യങ്ങളും കൊടുക്കും. ഞാൻ 1 ലക്ഷം രൂപ ഫോൺ മേടിച്ചിട്ട് 6 മാസമായി. എനിക്കത് ഉപയോഗിക്കാൻ അറിയാത്തത്. ഞാൻ സാധാ ഫോൺ കൊണ്ട് നടക്കുന്നത്. ഈ പിള്ളേർ അത് നന്നായി. എന്തായാലും 1 ലക്ഷം രൂപ ഫോൺ മേടിച്ചിട്ട് ഉപയോഗിക്കാൻ അറിയാത്തോട്ട് സാധാ ഫോൺ കൊണ്ട് നടക്കുന്നത് നല്ല കാര്യം. ശരി, നന്നായി. ഫോൺ എനിക്ക് എന്തിനാണ്? ഈ ഫോണും അവരെ സിം ചിലപ്പോൾ നശിപ്പിച്ച് കളഞ്ഞു കാണും. അത് അവർക്ക് കട്ട് ചെയ്ത് കളയാം. സിം ചിലപ്പോൾ നശിപ്പിച്ച് കാണും. അതെന്തായാലും അവർക്ക് കട്ട് ചെയ്ത് കളയാലോ, കുഴപ്പമില്ല. നന്നായി. അവർക്ക് കൊടുക്കാനുള്ള ക്യാഷും 100% ഈ പ്രശ്നം തുടങ്ങി അന്നേ പറഞ്ഞതാണ്. ഷിഫാനോട് ഞാൻ പറഞ്ഞതാണ്, ഷാഫിനോട് ഞാൻ പറഞ്ഞതാണ്, കൊടുക്കാം. 200 പേരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാം എന്ന് പറഞ്ഞതാണ്. അന്നും ഇന്നും ഒരേ രീതിയിൽ നിൽക്കുന്നു. ആർക്കൊക്കെ പരാതികളുണ്ടോ അത് ഞാൻ പരിഹരിക്കും. ഞാൻ യൂട്യൂബ് എന്നേക്കുമായി നിർത്തി. ഇവർക്ക് തന്നെ അറിയാം യൂട്യൂബ് തുടങ്ങി ഇവർക്ക് വേണ്ടിയാണ്. എനിക്ക് ജീവിക്കാൻ ഷോപ്പ് ഉണ്ടെന്ന് ഇവർക്കറിയാം. കേൾക്കാൻ വയ്യ, അതൊന്ന് പറ. പരിഹരിക്കൂ ഇല്ലേ അത് പറ. ബാക്കി കേൾക്കാൻ വയ്യാത്തോണ്ട. അപ്പൊ കുറെ പൊട്ടിപ്പൊട്ടി അതിനുകൂടി ജീവിക്കണമെന്ന് കരുതിയപ്പോൾ ഇവർ പറയുമ്പോൾ ഞങ്ങളും ജീവിക്കണം അവരും ജീവിക്കണം. എനിക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്ക് കഞ്ഞി കുടിക്കാണ് എന്റെ ഷോപ്പിൽ കിട്ടും. അത് ശ്രദ്ധിച്ച് ഞാൻ എന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. ആർക്കെങ്കിലും കൊടുക്കാണെങ്കിൽ 50 പൈസ കൊടുത്തിരിക്കും. നിങ്ങൾ നേരിട്ട് വന്ന്, നിങ്ങൾ മുൻകൈ എടുത്ത് വന്ന്, നിങ്ങൾ തിരുവനന്തപുരത്ത് ഇവിടെ വരാമെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ചാർജ് വരെ ഞാൻ കൊടുക്കാം. അന്ന് ഇതല്ലേ പറയുന്നേ, എനിക്ക് വണ്ടിയുടെ ചാർജ് ഒന്നും വേണ്ട. അന്ന് ഇന്ത്യൻ മാറ്റം ഉണ്ടായോ? ഇങ്ങനെ യൂട്യൂബ് ഇതുവരെ എല്ലാം ഞാൻ കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ. ഞാൻ എത്രയോ പേരോട് മാപ്പ് ചോദിച്ചല്ലോ. ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരിക്കലും ഒരു നന്മകാര്യം ചെയ്യാൻ പാടില്ല. നന്മകാര്യോ എന്റെ അണ്ണ? ഓക്കെ ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ ക്ഷമയോടെ നിൽക്കുന്നു. ഓക്കെ, എന്തായാലും ഈ പറയുന്ന പോലെ ഇങ്ങനെ മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞു. കുറെ പെൺകുട്ടികൾ എന്നെ കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെട്ടത് കരുതി അതിന് തെറ്റുപറ്റി.
ഞാൻ ഡൈജസ്റ്റീവ് അല്ല. ഓക്കെ, അത് വിട്. എല്ലാ യൂട്യൂബേഴ്സിനും എനിക്ക് പറ്റിയ തെറ്റിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. ഒരിക്കലും മറ്റുള്ളവർക്ക് രക്ഷിക്കാൻ പോകരുത്. ഈ പിള്ളേർക്കൊക്കെ അറിയാമല്ലോ, ഇനിയും പോകുന്ന പിള്ളേർക്ക് 8-10 കിട്ടത്തുള്ളൂ. അപ്പൊ ദൈവം കൊണ്ടല്ലോ, ദൈവം അവരോട് ചോദിക്കട്ടെ, ഇത് കഴിച്ച ലോകത്തിൽ അവർക്ക് അനുഭവിച്ചു പോകത്തുള്ളൂ. ന്യായീകരിക്കുന്നുണ്ടോ? ഫൈനിന്റെ കേസ് എല്ലാം അറിഞ്ഞു. പിന്നെ ഞാനിപ്പോ മുൻകൈ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പിള്ളേർക്ക് ആ ഫോണും ആ പൈസ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് പിള്ളേരും. ഞാൻ അന്ന് തൊട്ടേ പറഞ്ഞു, അന്നും ഇന്നും നാളെയും പറയും, ആർക്കും ഒരു രൂപ കിട്ടാണ്ടോ ഞാൻ കൊടുത്തിരിക്കും. അന്നും പറഞ്ഞു, ഇന്നത്തെ നാളെയും പറഞ്ഞു. ഓക്കെ, ഞാനപ്പോ അത് അറിയാനായിട്ടാണ്, അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. വന്നു കഴിഞ്ഞാൽ ഇത് ഷാഫിനേക്ക് അന്ന് ഷാഫിന് ആദ്യം 2 ദിവസം എന്നെ വിളിച്ചപ്പോഴാണ് കൊടുത്തത്. അതിനുശേഷം 18 ദിവസങ്ങളായിരുന്നു. അവര് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തെങ്കിൽ അവര് പല സ്ഥലത്തുനിന്നുള്ള പിള്ളേരാണ്. അവസാനം ഞാൻ പിള്ളേരെയും കൊണ്ട് അവിടെ വരുമ്പോ അയ്യോ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഒരു കാര്യം ചെയ്യും, അവരിവിടെ വരണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കൊടുക്കണമെന്ന്. അവിടെ വെച്ച് പരിഹരിക്കട്ടെ. അതെ, അപ്പൊ ഇവിടെ സിബിയണ്ണൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു പല സ്ഥലത്തിലൊന്നുള്ള പിള്ളേരാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഇതുപോലെ കഞ്ഞാന്ന് അപ്പോഴെൻ്റെ അടുത്ത് ഈ മറ്റുള്ളവരടുത്ത് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വരാൻ, സിബിയണ്ണനെ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് പരിഹാരം സെറ്റിൽ ചെയ്യാമെന്നാണ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ വിഷയം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കുറേ കണ്ടൻസും കാര്യങ്ങളും യൂട്യൂബിൽ കിടന്നാകുന്നതല്ലാണ്ട് ഈ പറയുന്ന പിള്ളേർക്ക് കിട്ടേണ്ട നീതികൾ കിട്ടത്തില്ല. അവർക്ക് കിട്ടേണ്ട ഫോണും പൈസയും കാര്യങ്ങളൊന്നും കിട്ടാതെ പോകും. അപ്പോൾ അത് കിട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇതിങ്ങനെ വലിച്ചു നീട്ടണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് അവർക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങേരെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി സ്റ്റേഷനിലോട്ട് വരുമോ? വരും. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും പിള്ളേരും സെറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റ് പറയാം. അന്ന് സ്റ്റേഷനിലോട്ട് നമുക്ക് സ്റ്റേഷനിലോട്ട് പരിഹരിക്കാം. ഓക്കെ നിങ്ങൾ ചെയ്തോ സപ്പോർട്ട്. ഓക്കെ. ഞാൻ എന്തായാലും ഞാൻ മുൻകൈ എടുത്ത് തന്നെ ഈ പ്രശ്നം അങ്ങ് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തോ. അന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൊടുക്കത്തില്ലെന്ന് ഇന്നലെ പറഞ്ഞത് ഞാൻ ഒരു യൂട്യൂബറോട് കൊടുത്ത ഭീഷണിയല്ല. ഞാൻ യൂട്യൂബർ പറഞ്ഞു ആവശ്യമില്ലാതെ എന്നെ ക്ഷമയുടെ അതിലുണ്ട് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ കുറെ ഫൈനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. ഫൈനും കാര്യങ്ങളും കസ്റ്റമർ കംപ്ലൈന്റ് ഫൈൻ മേടിച്ചിട്ടുണ്ട്. അത് ഇന്നും മേടിക്കും, ഇന്നലെയും മേടിച്ചിട്ടുണ്ട്, ഇന്നും മേടിക്കും. ഇനി യൂട്യൂബിൽ അതൊന്നും മേടിക്കത്തില്ല. ഫൈൻ മേടിക്കും, പിന്നെ അഡ്രസ് തെറ്റിച്ച ഫൈൻ മേടിക്കും. അത് നേരത്തെയും മേടിച്ചിട്ടുണ്ട്, ഇനിയും മേടിക്കത്തില്ല, കാരണം നിർത്തി. ഓക്കെ, ഞാൻ എന്തായാലും ഈ പിള്ളേരെ ഒന്ന് സംസാരിച്ചിട്ട് പിള്ളേരായിട്ട് എന്തായാലും സ്റ്റേഷനിൽ അത് ചോദിക്കണം 2 പേരെ കൊണ്ടുവന്നതിന്റെ ഫൈൻ മേടിച്ചിട്ടുണ്ടോ? ചോദിക്കും. കസ്റ്റമർ അത് മേടിച്ചിട്ടുണ്ട് ഇരിക്കുന്നുണ്ടല്ലോ. അത് ചെറിയ ഫൈനാണ്, അല്ല അത് മേടിച്ചിട്ടുണ്ട്. അത് ഇന്നും പറയും, എവിടെയും പറയും. അല്ലാതെ ലിപ്സ്റ്റിക്കിടാത്തതിനോ 2 പേരെ കൊണ്ടാത്ത 5000 രൂപ ഫൈനൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല. പിന്നെ ഫുഡിന്റെ പൈസ എന്ന് പറയുന്നത് ഒരു മാസം 18 ദിവസമായിട്ട് അവർ പൈസ തന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഇരട്ടി മേടിക്കും തരാൻ വേണ്ടി 10-35,000 മേടിച്ചിട്ട്. ഫുഡ് ഞാൻ കൊടുക്കാൻ പറ്റില്ല, ഫുഡൊന്നും ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അവർ പോകുന്നത് ഫുഡും പച്ചവത്തെ ഒരുക്കി കൊടുക്കട്ടെ, ഫുഡും കാര്യം എടുത്ത് കൊടുക്കട്ടെ, ഫുഡൊക്കെ. ഞാൻ എന്തായാലും പിള്ളേരായിട്ട് സംസാരിച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ടുവന്ന് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ തലവേദന പോയി. യൂട്യൂബ് എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്തു സമാധാനമായി. നിങ്ങളുടെ അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് വിഷയമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പേര് അന്യത്തിലും 10-15,000 പേര് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ സാറ്റിസ്ഫാക്ഷനായി അത്രയും പേര് അന്യത്തിൽ നിങ്ങൾ കല്ലിട്ടു. ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചേ പോകത്തുള്ളത്. നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾക്കൊരു തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? എന്നെ ഡിപ്പെൻഡ് ചെയ്ത് 14 പേര് മാനുഫാക്ചറിംഗ് രാജ്യപ്പോൾ ബംഗാളിസ് മലയാളീസ് എത്ര പേര് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, എടുക്കുന്നത്. എത്രയോ കസ്റ്റമർ നേരത്തെ ഡ്രസ് കിട്ടുന്നു. അവർ അന്യത്തിന് മൊത്തം നിങ്ങൾ കല്ലുവാരിട്ട് ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച് ഭൂമിയിൽ പോകും. അത് ഞാൻ പറയും. എനിക്ക് നഷ്ടപ്പെടാൻ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഞാൻ ഫ്രീ ആയി. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ, വേറെ കൂടുതലൊന്നുമില്ല. ഞാൻ എന്നിട്ട് കട്ടായ കോള്. അപ്പോൾ ഇത്രയും തന്നെ ഉണ്ടായിരുന്നു. ഈ പറയുന്നില്ല അണ്ണനെ ലാസ്റ്റ് കുറേ പ്രാഗിയാണ്. എൻ്റെ സ്ഥിരം പരിപാടിയൊക്കെയാണ് പ്രാഗില്ല. ഞാനത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് അവരുടെ ഫോണും പൈസയും കിട്ടണം. അതിന് വേണ്ടിയിട്ട് പിള്ളേർ അവിടെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അത് കിട്ടിയില്ല. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ചിപ്പോൾ
ഈ രീതിയിൽ എന്നെ കുറേ പ്രാവിയെങ്കിലും അണ്ണൻ സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വന്നാലും ആ സാധനങ്ങളും പൈസയൊക്കെ കൊടുക്കാമെന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേരെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിള്ളേരെന്തായാലും എൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഒരു മറുപടി പറയണം. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് മറുപടി പറയണം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഇതുപോലെ ഞാനവിടെ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ കഞ്ഞാ പിഞ്ഞാന്നൊന്നും കാണിക്കാൻ നിൽക്കരുത്. അപ്പോഴേ മനസ്സിലായ. അതുകൊണ്ട് അണ്ണൻ ആ പ്രശ്നം അവിടെ വെച്ച് അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിള്ളേർക്ക് പിന്നെ വേറെ പ്രശ്നമില്ല, സീൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിള്ളേരാണ് ഇനി എൻ്റെ അടുത്ത് അഭിപ്രായം പറയേണ്ടത്. നിങ്ങളിത് കേട്ടല്ലോ, നിങ്ങളും കൂടി ഇത് കേൾക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് ചെയ്യേണ്ട, ഞാൻ ഇന്നലെ സംസാരിച്ച സാധനമാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നതിന് റീസൺ വേറെ ഒന്നുമില്ല. ഞാൻ പിള്ളേരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളിനി ഇതുവരെ എൻ്റെ അടുത്തൊരു അഭിപ്രായമായിട്ട് തിരിച്ച് റിപ്ലൈ വന്നില്ല, എന്ത് ചെയ്യണം എന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമോ? ഓക്കെ, ഞാൻ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ പേര് വന്നിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ നീ എന്തിടെ ഒരു വീട് നിർത്തിയാൽ നീ അവന്മാരാ ശിങ്കിടിയായ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. കണ്ട എന്നെ പ്രാവി തള്ളുക, ഞാൻ അനുഭവിക്കാതെ പോകത്തില്ലെന്നാണ് അണ്ണൻ പറയുന്നത്. ആ അണ്ണൻ്റെ ഇന്ന് ഞാൻ പൈസ വാങ്ങിക്കുന്നത്. ഇത് പാടേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഇരിപ്പ് വശം. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ എന്തായാലും വാക്ക് തന്നിട്ടുണ്ട്. നേരത്തെ പലതവണ പിള്ളേർക്ക് വാക്ക് കൊടുത്തിട്ടും പാലിക്കാതെ പോയി. എന്തായാലും ഈ തവണ എന്നെ മുൻനിർത്തി എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച താനമായിരുന്നു. ഞാൻ പിന്നെ അതിൽ മായമന്ത്രമൊന്നും വരുത്തിയില്ല, അങ്ങ് ഫുള്ളങ്ങ് ഇട്ട്. എന്നെ ബ്രാഹ്മണം കൂടി കേട്ടോ, ഇരിക്കട്ട്, ഒരു വഴിക്ക് പോകണല്ലേ. അപ്പോൾ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പിള്ളേരും ഇത് കാണുക. അങ്ങനെ എനിക്ക് തന്ന വാക്കാണ്. വാക്ക് തന്നിട്ട് അങ്ങേര് ഇനി പിൻവലിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ കാണാം. എന്തായാലും നിങ്ങൾ ഒരു ദിവസം കൂടി മെനക്കെട്ട് ഈ പറയുന്ന പോലെ ഒരു പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങേര് തരുമോ ഇല്ലയെന്ന് നോക്കാം. ഈ പറയുന്ന പോലെ വേറെ മീഡിയോസിനോ കാര്യങ്ങളോ ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും സ്റ്റേഷനിൽ വരിക, അങ്ങേര് സ്റ്റേഷനിൽ വരുമെന്നാണ് പറഞ്ഞത്. അത് അവിടെ വെച്ച് സോൾവ് ചെയ്യാം, സോർട്ട് ഔട്ട് ചെയ്യാമെന്നാണ് അങ്ങേരും പറയുന്നത്. നമുക്ക് എന്തായാലും അത് നോക്കാമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും പിള്ളേർ നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്തൊരു ഒപ്പീനിയൻ ഉറപ്പായിട്ട് പറയുക. ഇതിൽ ഇൻസ്റ്റ വഴി ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം, ഫേസ്ബുക്ക് വഴിയും കോൺടാക്ട് ചെയ്യാം. പിന്നെ നിലവിൽ എൻ്റെ കയ്യിൽ കോൺടാക്ട്സ് ഉള്ള പിള്ളേർ, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആലോചിച്ചിട്ട് ഉറപ്പായിട്ട് ഇതിനൊരു തീരുമാനം പറയുക. എന്തായാലും ഞാനും വെയിറ്റ് ചെയ്യുവാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്നും നീട്ടിക്കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിലിട്ട് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഈ പറയുന്ന പോലെ CBI ആയാലും ഈ അവരുടെ സ്ഥാപനത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ എക്സ്പോസ് ചെയ്തു. അവിടെ സ്റ്റാഫിനുണ്ടായിട്ടുള്ള ദുരന്തങ്ങളടക്കം എല്ലാം എക്സ്പോസ് ചെയ്തു. ഇനി അതിൽ എക്സ്പോസ് ചെയ്യാനായിട്ടൊന്നുമില്ല. എന്നും തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇട്ടും ചുമ്മാ കണ്ടന്റ് അടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അവർക്ക് നീതി കിട്ടണം. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ പിള്ളേരോട് ഞാനിത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങേര് ഈ പറയുന്ന പോലെ പറഞ്ഞിട്ടുമുണ്ട് എല്ലാം ഓക്കെ ആക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും പിള്ളേരാണ് ഇനി എൻ്റെ അടുത്ത് അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ സംസാരിക്കുക, വീഡിയോയിൽ സംസാരിച്ചതിന് ശേഷം ഉറപ്പായിട്ട് അഭിപ്രായം പറയുക. നിങ്ങൾ വോയിസ് കേൾക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. നിങ്ങളിതിപ്പോൾ കുറച്ച് പിള്ളേരുണ്ടല്ലോ, എൻ്റെ ഒന്നോ രണ്ടോ പിള്ളേരെ കോൺടാക്ട് എൻ്റെ ഉള്ളൂ. ഈ പറയുന്ന ഈ പൈസ കിട്ടാനും ഫോൺ കിട്ടാനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നോ രണ്ടോ പിള്ളേരുടെ കോൺടാക്ട് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അവർ എന്തായാലും നിങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഉറപ്പായിട്ട് അഭിപ്രായം പറയുക. ഇനി കിട്ടാനുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നമുക്കത് സംസാരിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ നോക്കേണ്ടത്, അല്ലാണ്ട് വഷളാക്കി ജീവിക്കുന്ന നാളത്ര അതിനെ കണ്ടന്റ് ആക്കുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്.